സംഭവബഹുലമായ ട്രെയിൻ ചേസിങ്ങിന് ശേഷം ഞാൻ ട്രെയിൻ കയറിയപ്പോൾ അറൗണ്ട് 4 മണിയായിണ്ടായി. ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞാൻ ഈറോഡ് എത്തുമ്പോൾ സൊമാറ്റോയിൽ ഒരു 1 kg ചിക്കൻ ബിരിയാണി ഓർഡർ ആക്കി. സാധനം പൊളിയായിരുന്നു. ഒരു ക്യൂട്ട് നോട്ടൊക്കെ ആയിട്ടാണ് സാധനം വന്നത്. ബട്ട് ഞാൻ അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാക്കിയത്, ഈ പുറത്തുനിന്ന് കഴിക്കുന്നത് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ബെറ്റർ ട്രെയിനിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കഴിക്കുന്നതാണ് കേട്ടോ. നമ്മൾ രപ്തിസാഗർ എക്സ്പ്രസ്സിലാണ് കേട്ടോ പോകുന്നത്. അത്യാവശ്യം നല്ല ഫുഡാണ് അവർ പ്രൊവൈഡ് ആക്കുന്നത്. അന്നേരം എൻ്റെ താഴെയുള്ള ഈ ബംഗാളി ചെക്കൻ എന്നെ പറ്റി എന്തൊക്കെയോ കൂടുതലുള്ള എൻ്റെ പറയണ്ടായി. ഓൻ്റെ വിചാരിക്ക് ഹിന്ദി അറിയില്ല എന്നാണ് മണ്ടൻ. ഇപ്പുറത്തെ ഭാര്യയാണെങ്കിൽ അതിനേക്കാളും കോമഡി. ഓൻ നൈസിൽ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോൾ ഓൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആയിരിക്കും. അത് ഞാൻ കണ്ടേ പിന്നെ ഓന് വഴിക്ക് തരുന്നില്ല, വീഡിയോ എടുക്കാൻ അറിയാത്ത പോയത്. അങ്ങനെ മോർണിംഗ് 10:30 ആകുമ്പോൾ ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് ഒരു ചായയൊക്കെ വാങ്ങിക്കൊടിച്ചു. എൻ്റെ ഉള്ളിൽ ഇൻട്രോവേർട്ട് ചായക്കാരനെ വിളിക്കാനുള്ള മടിയുണ്ട്. അരമണിക്കൂർ അവനെ നോക്കി നിന്നിട്ടാണ് ഒരു ചായ കിട്ടിയത്. പിന്നെ ഒരു 12:30 ആയപ്പോൾ ഒരു വെജ് താളി കഴിച്ച് അതിൽ ചാവല്, ചപ്പാത്തി, ദാൽ കറി, പനീർ കറി, ഗുലാബ് ജാമുനൊക്കെ ഉണ്ടായിട്ടാ. ഈ ചെങ്ങായി പിന്നെ തിന്നാനായിട്ട് ട്രെയിനിൽ കയറിയതാ. വന്നേ പിന്നെ ഓൻ്റെ ബാഗ് ഡോറയുടെ ബാഗ് ഉറക്കുന്ന പോലെ ഒരു മാസത്തേക്ക് തിന്നാനുള്ള സാധനം പുറത്തേക്ക് എടുക്കണ്ടായത്. പിന്നെ ഈ കിടക്കണ മുടിയനായ പുത്രനാണ് എൻ്റെ കെട്ടിയവൻ. ട്രെയിനിൽ കയറിയ പിന്നെ തിന്നാനല്ലാതെ ഒന്ന് ടോയ്ലറ്റിൽ പോകാൻ പോലും ഓ എണീക്കണം ഞാൻ കണ്ടിട്ടില്ല. ആയിക്കോട്ടെ, ഉറങ്ങിക്കോ. പാവം. അങ്ങനെ ഒരു ബുക്കൊക്കെ വായിച്ച് ഞാൻ ഉറങ്ങാൻ പോയി. അപ്പോൾ ഓക്കെ, ബാക്കി നാളെ ബൈ.